6000-ഓളം വരുന്ന വയോധികരുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി ഫ്രാൻസിസ് പാപ്പ. ഏപ്രിൽ 27-ന് ഒരു പരിചരണവും പുഞ്ചിരിയും എന്ന പേരിൽ വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ നടക്കുന്ന പരിപാടിയിലാണ് ഇറ്റലിയിൽ നിന്നുള്ള വയോധികരും അവരുടെ കൊച്ചുമക്കളും ഫ്രാൻസിസ് പാപ്പായെ കാണാനെത്തുന്നതെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. പ്രായമായവരുടെ എണ്ണത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള ഇറ്റലിയിൽ 4 തലമുറയിൽ ഉള്ളവർ പോലും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെന്ന് പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിൻ്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വിൻസെൻസോ പഗ്ലിയ പറഞ്ഞു. വളരെ മനോഹരമായ സമയം മാത്രമല്ല, സംസ്കാരം, സമൂഹം, സമ്പദ് വ്യവസ്ഥ, മതം എന്നിവയിലുള്ള ദിശാമാറ്റം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണ് വാർദ്ധക്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറ്റാലിയൻ ഓൾഡ് ഏജ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ 91 വയസ്സുള്ള ഒരു മുത്തശ്ശിയും അവരുടെ 3 പേരക്കുട്ടികളും ജീവിത സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കും. പ്രായമായവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഫ്രാൻസിസ് പാപ്പ കുടുംബങ്ങളിലും സമൂഹത്തിലും എപ്പോഴും അവരെ ചേർത്ത് പിടിക്കണമെന്നും അവരിൽ നിന്ന് പുതുതലമുറയ്ക്ക് ഏറെ പഠിക്കാനുണ്ടെന്നും കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട്. സഭയിൽ വിശുദ്ധ ജോവാക്കിമിൻ്റെയും അന്നയുടെയും തിരുനാൾ ദിനത്തിൽ പ്രായമായവരെ അനുസ്മരിക്കുന്നതിനായുള്ള പ്രത്യേക ദിനം ആരംഭിച്ചതും ഫ്രാൻസിസ് പാപ്പായാണ്. ലോകത്താകമാനമുള്ള 505 കുഞ്ഞുങ്ങളെ പ്രാർത്ഥന വഴി ഗർഭചിത്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തി പ്രോ ലൈഫ് സംഘടനയായ 40 Days for Life. ഇതിൽ 58 എണ്ണം ലാറ്റിൻ അമേരിക്കയിലാണ്. അതോടൊപ്പം 6 ഗർഭചിത്ര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയെന്നും അമേരിക്കയിലെ 40 Days for Lifeൻ്റെ വക്താവ് ലോറ വരേല പറഞ്ഞു. ഗർഭചിത്ര ക്ലിനിക്കിലേക്ക് എത്തിയ പലരും അതിനു മുൻപിൽ പ്രാർത്ഥിക്കുന്ന പ്രോ ലൈഫ് പ്രവർത്തകരെ കണ്ടതിലൂടെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയതായി ലോറ വരേല പറയുന്നു. സ്ത്രീകൾക്ക് പകുതി വിലയിൽ ഇരുചക്രവാഹനങ്ങൾ ലഭ്യമാക്കുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് കോട്ടപ്പുറം രൂപത സാമൂഹ്യ ശുശ്രൂഷ വിഭാഗം സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പുതിയ കാൽവെപ്പിന് തുടക്കം കുറിച്ചു. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷനും കോട്ടപ്പുറം രൂപതയുടെ സാമൂഹിക ശുശ്രൂഷ വിഭാഗമായ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ചേർന്നാണ് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി 50% സാമ്പത്തിക സഹായത്തോടുകൂടെ വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടപ്പുറം ചേരമാൻ മുസിരീസ് ആക്ടിവിറ്റി സെൻ്ററിൽ കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ മതവിരുദ്ധരായ ഗറില്ലകൾ കൊലപ്പെടുത്തിയ 4 കത്തോലിക്ക വൈദികർ ഓഗസ്റ്റ് 18-ന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഫാദർ ലൂയിജി കരാര, ഫാദർ ജിയോവാനി ഡിഡോണി, ഫാദർ വിറ്റോറിയോ ഫാഷിൻ എന്നീ സേവിയറൻ മിഷണറിമാരും ആൽബർട്ട് ജൂബർട്ട് എന്ന പ്രാദേശിക വൈദികനും ഇതിൽ ഉൾപ്പെടുന്നു. 1964 നവംബർ 28 കിലു വിപ്ലവത്തിനിടയിലാണ് ഈ വൈദികർ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.